ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്ന് പറയാനുള്ള എനർജി പോലും എനിക്കില്ല ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇപ്പം എങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ചാനലിന് വേണ്ടി ഞാനല്ലാതെ വേറെ ആരും എനിക്കൊന്നും പറഞ്ഞു തരില്ലല്ലോ. എനിക്ക് തീരെ വയ്യ ഗൈസ്. 2024 സ്റ്റാർട്ടിങ് തന്നെ ഒരു അടിപൊളി സ്റ്റാർട്ടിങ് ആയിരുന്നു. എനിക്ക് മിനിഞ്ഞാന്ന് ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് രാത്രിയായിരുന്നു പോയത്. ഇവിടെ ആണെങ്കിൽ മൈസൂരിൽ നല്ല തണുപ്പുണ്ട്. സ്വെറ്റർ ഞാൻ ഇട്ടില്ല, എപ്പോഴും ഞാൻ ഇട്ടിട്ട് പോകുന്നതാണ്. മിനിഞ്ഞാന്ന് എന്തോ എനിക്ക് ഇടാൻ തോന്നിയില്ല. ഞാനങ്ങനെ പുറത്ത് പോയി വന്നു. രാത്രി ഒന്ന് കിടന്ന് ജസ്റ്റ് ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പനിയായിരുന്നു. പിന്നെ ഇന്നലെയൊന്നും എനിക്ക് ലിറ്ററലി ഞാൻ ബെഡിൽ നിന്ന് എണീറ്റിട്ടില്ല, അങ്ങനെ കിടക്കലായിരുന്നു. അത്രയ്ക്കും എനിക്ക് സിവിയർ ഫീവർ ആയിരുന്നു. ഇത് മാത്രമല്ല ഹെഡേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ബോഡി പെയിനും. പിന്നെ എനിക്കിപ്പം കുറച്ച് ഒരു 1 year ആയിട്ട് കിട്ടിയിട്ടുള്ളൊരു പുതിയൊരു സാധനമാണ്. എപ്പോൾ പനി വന്നാലും എനിക്ക് വായകയപ്പ് അല്ലെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ഇൻ മൗത്ത് എൻ്റെ ഒരു കൂടപ്പറപ്പായിട്ട് വരും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല, പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് കുറച്ച് റീസെൻ്റ്ലി കിട്ടിയൊരു ഗിഫ്റ്റാണ്. അപ്പം അതും ഉണ്ട്. അപ്പം എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ഒട്ടും ഇന്നലെ വീഡിയോ ചെയ്യാനേ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നും ഞാൻ ഓക്കെ ആയിട്ടില്ല കറക്റ്റായിട്ട്. ഇപ്പോഴും ഞാൻ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കുറച്ചൊന്ന് ഇന്നലെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഓക്കെ ആയപ്പോൾ ഞാൻ ഇതൊന്ന് വന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഈ അടുത്ത പനി ഒരു പനി വന്നിട്ട് അത് പോയതേ ഉള്ളൂ, അപ്പോഴേക്കാണ് അടുത്ത പനി. എന്താ അറിയില്ല ഗൈസ്, പനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എൻ്റെ കൂടപ്പിറപ്പാണ് പനി. അങ്ങനെയാണ് എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ റെസിസ്റ്റൻസ് പവർ ഭയങ്കര കുറവാണ്. ഈവൻ ദോ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വെജിറ്റബിൾസും മീറ്റൊക്കെ കൺസ്യൂം ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് എന്താ പറയുക, എനിക്ക് റെസിസ്റ്റൻസ് പവർ പണ്ട് തൊട്ടേ വളരെ കുറവാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതായിരിക്കും ഗൈസ് അവസ്ഥ. അപ്പോൾ ഈവൻ ഞാനും അമ്മയും കൂടെ ആയിരുന്നു മിനിഞ്ഞാന്ന് രാത്രി പുറത്ത് പോയത്. അമ്മയും സ്വെറ്ററൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് മാത്രമാണ് പനി വന്നത് ഗൈസ്. ഈവൻ പാപ്പു ആയിക്കോട്ടെ, അവനൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആണ്. എനിക്ക് ഹെൽത്ത് കുറച്ച് കുറവാണ് ഗൈസ്, വാട്ട് ടു ഡു. അപ്പം അങ്ങനെ പനി പിടിപെട്ടു. പിന്നെ ഇപ്പം വീണ്ടും കോവിഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് പനിയൊക്കെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ തന്നെ പേടിയാണ് ഗൈസ്. അടുത്ത ടെസ്റ്റ് അത് എന്നൊക്കെ പറയും. അപ്പം ഞാൻ ഹോസ്പിറ്റലൊന്നും പോയില്ല, എൻ്റെ കയ്യിൽ മെഡിസിൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പം എന്താ പറയുക, എനിക്ക് വായകയപ്പാണ് മെയിൻ ഇഷ്യൂ. പനി വരുന്നതല്ല, എനിക്കൊരു നൈറ്റ് മെയറാണ് വായകയപ്പ്. ഈ പനി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പനി എനിക്ക് പിന്നെയും ഞാൻ സഹിക്കാം, കുറച്ച് മൂടി നമുക്ക് കിടക്കാം. പക്ഷേ ഈ വായകയപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ ഒരു 10 to 12 ദിവസം എന്നെ വിട്ട് പോവില്ല ഗൈസ്. അപ്പം എനിക്കിപ്പോഴും ഉണ്ട് വായകയപ്പ്. അപ്പോൾ ഈ വായകയപ്പ് വരുമ്പോൾ എന്താ, നമുക്ക് ഛർദ്ദിക്കാൻ വോമിറ്റിംഗ് ടെൻഡൻസി വരും. എനിക്കിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ റീസൺ: എക്സസീവ് ഡ്രൈനെസ്, വോമിറ്റിംഗ് ടെൻഡൻസി, വായക്കയപ്പ്. അപ്പം ഇന്നലെ ഞാൻ ഫുൾ ഡെഡായിരുന്നു ഗൈസ്. അതാണ് ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പം ഇന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാണ്ടിരുന്നാൽ ശരിയാവില്ല. 2 ദിവസമായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് വന്ന് നിങ്ങളോട് പറയാമെന്ന്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അതൊന്ന് നിങ്ങളെ വന്ന് അറിയിച്ചതാണ്. ഐ റിയലി വിഷ് ദാറ്റ് ഐ ബി ഏബിൾ ടു കം അപ്പ് വിത്ത് എൻ്റർടൈനിങ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ്. നമ്മൾ സൂൺ ബാക്ക് ടു ദ ട്രാക്ക് വരുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ പനിയൊക്കെ ഒന്ന് വേഗം മാറിക്കിട്ടാൻ. ഇനി ഞാൻ ഇവിടെ ഇരുന്ന് കൂടുതൽ വളവളാന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഛർദി മഹോത്സവമാകും ഗൈസ്. അപ്പോൾ ഓക്കെ, ശരി, ബൈ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.